സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാക്ഷിയും അതുപോലെ തന്നെ ഗോമതിയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേഗം ചെന്നില്ലെങ്കിൽ ആരെയും വല്ല സത്യങ്ങളൊക്കെ വിളിച്ച് പറയും, അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കും അമ്മേ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊന്നും ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞ് അങ്ങനെ മീനാക്ഷി ഗോപതിനെയും വിളിച്ച് ചെല്ലും. ആ സമയത്ത് തന്നെ ആര്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആര്യനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പെങ്ങളും ചേട്ടനും മാമനും കൂടിയിട്ട് എവിടെ വെച്ച് കണ്ടു, എങ്ങനെ കണ്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രത്യേകമായൊരു കോഡുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ, ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ശത്രുത പോലെ ഉണ്ടാക്കിയെടുത്തതെന്ന് അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാണ്ടിരിക്കാൻ ഞങ്ങൾ പുറമേ വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാമൻ പറയുന്നുണ്ട്, ഇല്ല നിൻ്റെ ഫോണിൽ ആകാശ് പറയുന്നുണ്ട് നിൻ്റെ ഫോണിലേക്ക് അവൾ വിളിക്കാറില്ല, നീ ഇവിടെ വെച്ച് അവളുടെ മുഖത്ത് നോക്കാറ് പോലില്ല, ഇനി പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആര്യൻ എന്ത് പറയുന്ന ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗോമതി വരുന്നുണ്ട്. മതി സംസാരിച്ചത് എന്താ നിങ്ങൾക്ക് ഇത്ര വല്ലാണ്ട് അറിയാനുള്ളത്, വായു ആര്യ എന്ന് പറഞ്ഞ് ആര്യനെ വിളിക്കും. അങ്ങനെ ആര്യൻ എന്തായാലും പോകും, രക്ഷപ്പെടുവാൻ മീനാക്ഷി പറയുന്നുണ്ട്, വാ മതി എല്ലാവർക്കും കിടന്നുറങ്ങണം എന്ന് പറഞ്ഞ് ആര്യനെ മുറിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ആര്യൻ പറയുന്നുണ്ട്, ഞാൻ ടെറസിൽ കിടക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് മാമനോടും ഗോമതി പറയുന്നുണ്ട്, പോയി കിടന്നുറങ്ങാൻ നോക്കടാന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ് ആര്യനെ വിളിച്ച് പോകുന്നുണ്ട്. ആ സമയത്ത് മാമൻ പറയുന്നുണ്ട്, ഇല്ല ഇത് ഞാൻ വിശ്വസിക്കില്ല, എന്തൊക്കെയോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ സംശയത്തോടെ നിൽക്കുമ്പോൾ ആകാശം പറയുന്നുണ്ട്, അതേ മാമ ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മിത്ര റൂമിൽ തനിച്ചിരിക്കുകയായിരിക്കും. മിത്രയുടെ അടുത്തേക്ക് ആര്യനെ കൊണ്ടാക്കിയിട്ട് പറയും, അതേ പാലുണ്ട്, പാലെടുത്ത് കുടിച്ച് നിങ്ങളുടെ ജീവിതം ഇന്ന് തുടങ്ങി പുതിയ രീതിയിൽ തുടങ്ങണം എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ ആര്യനൊന്നും മിണ്ടില്ല. ഇത്രയും വേഗം എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അങ്ങനെ ഗോമതി പറയും, മക്കളെ ഇന്നു മുതൽ നിങ്ങൾ ഒരേ മനസ്സും രണ്ട് ശരീരമായിട്ട് ജീവിക്കണം, നിങ്ങൾ തമ്മിൽ പല ഇഷ്ടക്കുറവുകളൊക്കെ ഉണ്ടാവും, അതൊന്നും കണ്ടില്ല എന്ന് വയ്ക്കണം, എന്തായാലും ഇനി അങ്ങനെയൊന്നും വഴക്കും പരിഭവമൊന്നും ഉണ്ടാവരുത്, കുറച്ച് ദിവസം നിങ്ങൾ സ്നേഹിച്ച് നിങ്ങളടുത്ത് പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അടുത്ത് പോകുന്നൊക്കെ പറയുമ്പോൾ ആര്യൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു ചെയ്യുന്നത്. നീ എന്താടാ എന്നെ പരിഹസിക്കണമെന്ന് വെച്ചപ്പോൾ എനിക്ക് അമ്മയുടെ കോമഡി കേട്ടിട്ട് ചിരി വരുന്നതെന്ന് പറഞ്ഞു. അമ്മനോട് പറയുന്നുണ്ട്, അമ്മേ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു, ഇനി അമ്മ പറഞ്ഞത് ഞാൻ കേൾക്കണോ, അമ്മയ്ക്ക് എന്നൊന്ന് തനിയെ വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ച എന്നെക്കുറിച്ച്, അച്ഛൻ എന്നോട് പഠിക്കണം എന്ന് പറഞ്ഞു, ഞാൻ പഠിച്ചു ആവശ്യപ്പെട്ടു, ഞാൻ പഠിക്കുന്നു, അമ്മ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു, ഞാൻ അതും ആവശ്യപ്പെട്ടു, ഇനിയിപ്പം ഞാൻ ആരുടെ ഇതിനാണ് അനുസരിച്ച് ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് ആരും ഇത്തിരി ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, നീ ദൈവത്തെ ഓർത്തു എന്നെ ഓർത്തെങ്കിലും ഞാൻ കാല് പിടിക്കാൻ നിൻ്റെ, നീ പുറത്ത് ടെറസിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും സംശയമാവും, നമ്മൾ ഈ ചെയ്തതിനൊന്നും ഒരു ഫലവും കാണില്ല, നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം, ബാലേട്ടനാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അപ്പുറത്താണെങ്കിൽ അനന്തേട്ടൻ ജീവിക്കുന്നതിനും ജീവിതത്തിനും മരണത്തിനും ഇടയിലാണ്, അത്രയും വിഷമത്തിലാണ് അവർ കഴിയുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഇനി എനിക്കൊരു വിഷമം ഉണ്ടാക്കി തരരുതെന്നൊക്കെ പറഞ്ഞ് ബാ മോളെ മീനാക്ഷി ഇനി ഇവൻ്റെ ഇഷ്ടത്തിന് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ പുറത്തേക്ക് പോകും. പിന്നീട് ആര്യനും മീനാക്ഷിയും കൂടെ മുറിയിൽ തനിച്ചാവും. ആ സമയത്ത് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ കൂടെ കിടക്കാനൊന്നും പറ്റില്ല, ഞാൻ മുകളിൽ പോയി കിടന്നേനായിരുന്നു, എനിക്ക് മതിയായി, എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ് വരുന്നത്, കലി വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇത്രയും വഴക്ക് കൂടുന്നുണ്ട്, നിനക്കൊരു ജീവിതം തന്നതാണ്, ഗുരുവായൂർ വെച്ച് നിന്നെ ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ നിൻ്റെ ജീവിതം എന്തായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ മിത്ര പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞു, നിങ്ങളോട് ആര്യനെ വിളിക്കണുള്ളൂ കേട്ടോ, നിങ്ങളോട് പറഞ്ഞോ, എൻ്റെ ഇഷ്ടത്തിന് വിട്ടാൽ പോരെയെന്ന് വെച്ചപ്പോൾ അതേടി നിന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് നിൻ്റെ ജീവിതം സുരക്ഷിതമാക്കി തന്നതാണ് എൻ്റെ അമ്മ ചെയ്ത തെറ്റെന്നൊക്കെ പറഞ്ഞ് വീണ്ടും പരിഭവവും പിണക്കമൊക്കെ കഴിഞ്ഞിട്ട് വഴക്കിട്ടും കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. നിൻ്റെ കൂടെ കിടന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നിൻ്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് ഇറിറ്റേഷനാണെന്നും പറഞ്ഞ് ആര്യൻ പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ഗോമതി മീനാക്ഷി അവിടെ ഉണ്ടാവും. എടാ നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് ഗോമതി വരും. എനിക്കറിയായിരുന്നടാ നീ ഇറങ്ങി വരുന്നുള്ള കാര്യം, അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാണ്ടിരുന്നാണെന്ന് പറയും. അപ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരും, എന്തൊരു കഷ്ടമുള്ളത്, ഞങ്ങൾക്ക് കിടന്നുറങ്ങണ്ടേ, നിന്നെ മുറിയിലാക്കിയിട്ട് ഞങ്ങൾ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് വലിച്ച് രണ്ടാമതും മുറിയിൽ കൊണ്ടാക്കുന്നുണ്ട്. മോളെ മിത്രേ, നീ ഇന്നൊരു ഭാര്യയാണ്, ഇവനെ നേർവഴിക്ക് നടത്തേണ്ടത് നീ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരായ ജീവിതമില്ല ആൻറ്റി, അപ്പച്ചി അവരവരുടെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ശരി നീയും എന്നോട് തത്വം പറഞ്ഞു തുടങ്ങിയോന്നൊക്കെ ചോദിക്കും. നീ ഇവനെ നിൻ്റെ രീതിയിൽ കൊണ്ടുപോയോ എന്നൊക്കെ പറഞ്ഞ് അവർ വേഗം അവനെ അകത്താക്കി വാതിലടച്ച് അവർ പോകും. പിന്നീട് എന്തായാലും ആര്യന് ദേഷ്യം വരുന്നുണ്ട്. ആര്യം പറഞ്ഞിട്ട് നിനക്ക് വേണമെങ്കിൽ ആ പാലെടുത്ത് കുടിക്കണമെങ്കിൽ കുടിച്ചോ എന്ന് പറയും. അപ്പോൾ എനിക്ക് പാല് വേണ്ടാന്ന് പറയും മിത്ര. അങ്ങനെ ആര്യ തന്നെ ആ പാലെടുത്ത് മുഴുവൻ കുടിക്കും. എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ കുടിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് കുടിക്കും.
നിങ്ങൾക്ക് എവിടെ കിടക്കണ്ട, താഴത്തെ മുകളിലോ എന്ന് പറയും. അപ്പോൾ പറയും എനിക്ക് ഞാൻ എവിടെയും കിടന്നുണ്ടെന്ന് മിത്രയും പറയും. എനിക്ക് കട്ടിൽമ കിടന്ന് ഉറങ്ങണം എന്ന് ആര്യനും പറയും. ആ സമയത്ത് തന്നെ ആര്യൻ പറയുന്നുണ്ട്, നിനക്കെന്താ എന്നോട് ഇപ്പോൾ തോന്നുന്നത്, ദേഷ്യമല്ലേ എന്നൊക്കെ ചോദിക്കും. അതോ നിനക്ക് എന്നോട് ഇഷ്ടമാണോ പ്രണയമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മിത്ര ഒന്നും മിണ്ടുന്നില്ല. മിത്ര ഇങ്ങനെ ദേഷ്യമില്ല എന്ന വിഷമമില്ലാത്ത രീതിയിൽ ആര്യനെ നോക്കുന്നുണ്ട്. അതിനുശേഷം ആര്യൻ പറയുന്നുണ്ട്, നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴിയെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആര്യൻ കട്ടിലേക്ക് തന്നെ എനിക്ക് കയറി കിടക്കാൻ നോക്കുന്നത്. മീനാക്ഷി മിത്രനോട് പറയുന്നുണ്ട്, നിനക്ക് എവിടെയാണെന്ന് വെച്ചാൽ നിൻ്റെ സൗകര്യത്തിന് കിടന്നോ. അപ്പം മിത്രയും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എവിടെയെന്ന് വെച്ചാൽ അവിടെ ആര്യൻ എവിടെ കിടന്നാലാണ് ഉറക്കം വരുന്നത് അവിടെ ആര്യൻ കിടന്ന് ഉറങ്ങിക്കോളാൻ പറയും. എനിക്ക് ടെറസിൻ്റെ മേലിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ, അവിടേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ അമ്മയും അപ്പച്ചീനെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മനെ വിഷമിപ്പിക്കണോ വേണ്ടേന്നൊക്കെ എനിക്കറിയാം തീരുമാനിക്കാൻ. നീ നിൻ്റെ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയും. അതിനുശേഷം രണ്ടുപേരും കൂടെ പരസ്പരം വീണ്ടും വഴക്കിട്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.